ഇതെല്ലാം ജനം ഇപ്പോൾ കൃത്യമായി കാണുന്നുമുണ്ട്. ആരും പൊട്ടന്മാരല്ല. ബാല ചോദിക്കും പോലെ പൊട്ടനാ, കേരളത്തിലെ ജനങ്ങൾ എന്ത് പൊട്ടരാ എന്ന് ഇപ്പൊ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വിഷ്ണുനാഥ് പറയുന്നുണ്ട് ശരി, പക്ഷെ വിഷ്ണുനാഥിനെ ആദ്യ സമയത്ത് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ തന്നെ ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടില്ലേ, ഇനി ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ എന്ന് വളരെ ശാന്തമായി ഒരു ധാർഷ്ട്യവും ഇല്ലാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പാലത്തിന്റെ ഉദ്ഘാടനത്തിനോ മറ്റോ പോയ വേദിയിൽ മുഖ്യമന്ത്രി ഒരു ചെറിയ നീരസം പ്രകടിപ്പിച്ചു. എന്താണ് ഈ പറയുന്ന പോലെ നീരസം പ്രകടിപ്പിച്ചു എന്ന് പ്രകടിപ്പിച്ചു എന്ന് മാത്രം പറയേണ്ട ആവശ്യമില്ല. എന്ത് പ്രകടിപ്പിച്ചാലും അത് നീരസം തന്നെയാണ്. ഇനി ചോദിക്കാൻ പോകുന്നത് എന്താ ഇവിടെ സെൽഫി എടുക്കാൻ ആരുമില്ലേ എന്ന് ചിലപ്പോ ഇനി ചോദിക്കും. ഇനി ഒരു പരിപാടി ഇനി വേണമെങ്കിൽ അങ്ങോട്ട് പോയി സെൽഫി എടുക്കും. തെരഞ്ഞെടുപ്പാണ്. CPM-ന്റെ PR വർക്ക് എന്ന് പറഞ്ഞ ഒരു വേറിട്ട തരത്തിലുള്ള ഒരു PR വർക്കാണ്. അവരെ ഹൈലൈറ്റ് ചെയ്യുക എന്നതിലുപരി അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എതിരാളികളെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ PR വർക്കിന്റെ മെയിൻ. അതിന്റെ തുടക്കമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ തുടർച്ചയായ ആക്രമണം. ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടെത്തിച്ചത് ഈ CPM-ന്റെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള PR വർക്ക് കാരണമാണ്. ഇപ്പൊ ഒരു വിഭാഗമെങ്കിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇയാളെ കൊടുക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ബോധ്യം. അത് പക്ഷേ ചീറ്റിപ്പോയി. അത് കോൺഗ്രസിനെതിരെയുള്ള ആഞ്ഞടിക്കാനുള്ള ഒരു ഇതാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. കോൺഗ്രസ് അത് തുടക്കത്തിൽ തന്നെ അതിനെ വേരോടെ പിഴുതു കളഞ്ഞു. അത് കാരണം അതുകൊണ്ട് കോൺഗ്രസിന് തളർച്ച ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ അപ്പോഴത്തെ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത് ഷാഫിയെ ഇവർ ടാർഗറ്റ് ചെയ്യും, യുവ നേതാക്കളെ എല്ലാം ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരും. കാരണം അവർക്ക് ഉയർത്തി കാണിക്കാനുള്ളതെല്ലാം പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവർ എത്ര ഉയർത്തി കാണിച്ചിട്ടും അത് എല്ലാം അവതരിപ്പിക്കുമ്പോൾ തന്നെ പൊളിഞ്ഞ് വീഴുകയാണ്. അപ്പോ അടുത്ത ലക്ഷ്യമിട്ടിട്ട് ഈ PC വിഷ്ണുനാഥിന്റെ ഒരു വിഷയം, അവരുടെ ഒരാളിനെ തന്നെ അടുത്തേക്ക് വിടുകയാണ്. അതായത് PC വിഷ്ണുനാഥ് കശുവണ്ടി തൊഴിലാളികളെ കാണാൻ പോകുമ്പോൾ അവിടെ നിന്ന് പരാതി പറയുന്ന ഒരു സ്ത്രീയെ ഒരാൾ മാത്രം വീഡിയോ എടുക്കുന്നു, പ്രീ പ്ലാൻഡ് ആയിട്ട് വീഡിയോ എടുക്കുന്നു. പക്ഷെ അതും 3G ആയി പോയെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോ ഇതിനെ ഈ പരാതി പറയുമ്പോൾ തന്നെ PC വിഷ്ണുനാഥ് അത് വളരെ പക്വതയോടെ തന്നെ അത് കൈകാര്യം ചെയ്തെടുത്താണ് ഇവർക്ക് അടിപതറിപ്പോയത്. ഒരു കാര്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം, എത്രയെന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നടിച്ചാലും ജനങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കും. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും ഉണ്ട് എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ കൃത്രിമമായ തെളിവുകൾ ഈ രേഖ വെച്ച് ഇവർ എത്ര തന്നെ എതിരാളികളെ തറപറ്റിക്കാൻ ശ്രമിച്ചാലും ഇതെല്ലാം ജനം ഇപ്പോൾ കൃത്യമായി കാണുന്നുമുണ്ട്. ആരും പൊട്ടന്മാരല്ല. ബാല ചോദിക്കും പോലെ പൊട്ടനാ, കേരളത്തിലെ ജനങ്ങൾ എന്ത് പൊട്ടരാ എന്ന് ഇപ്പൊ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലെ ചേച്ചി, CPM-ന്റെ PR ടീം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, CPM-നെയും കൊണ്ടേ പോകും. ഇതിപ്പോ ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല. നികേഷ് കുമാറിന്റെ ബുദ്ധിയാണെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അച്ഛനോട് ചെയ്തതിന്റെ പകപോക്കുക തന്നെയാണ് നികേഷ് കുമാർ. ഒരിക്കലും ഈ പാർട്ടി അധികാരത്തിൽ വരണം, മൂന്നാമതും ഈ പാർട്ടി അധികാരത്തിൽ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു PR ടീമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ഒരിക്കലും ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ല. ഓരോ ദിവസവും ഈ PR ടീം കാണിക്കുന്ന മണ്ടത്തരമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് PC വിഷ്ണുനാഥിന്റെ വീഡിയോ ആണ്. ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. MLA ആണ്, MLA-യോട് അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും, ഒരാൾ നിന്ന് വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പൊ വിഷ്ണുനാഥ് ചോദിക്കുന്നുണ്ട്, CPM-ന് വേണ്ടി സംസാരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ കോൺഗ്രസ്, അപ്പോഴാണ് പറഞ്ഞത് അല്ല അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, അവർ കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള കാര്യം അറിയില്ല. സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് ഈ സംസാരിച്ച സ്ത്രീയുടെ മകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് പറയുന്ന ഒരു വാദം. അതാണ് PC വിഷ്ണുനാഥ് അതിനെ കുറിച്ച് ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇല്ല, ആ വീഡിയോ ഞാൻ കണ്ടില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അത് എന്തോ ആയിക്കോട്ടെ. അപ്പൊ വിഷ്ണുനാഥ് പറയുന്നുണ്ട് ശരി, പക്ഷെ വിഷ്ണുനാഥിനെ ആദ്യ സമയത്ത് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇവർ തന്നെ ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടില്ലേ, ഇനി ഞാൻ പറയുന്നത് കൂടി കേൾക്കൂ എന്ന് വളരെ ശാന്തമായി ഒരു ധാർഷ്ട്യവും ഇല്ലാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്നുണ്ട് പറയുന്നത് ഞാൻ കേൾക്കാം, കാര്യം എന്റെ MLA ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ദുരിതമുണ്ട്, എനിക്കറിയാം. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സഭയിൽ സംസാരിക്കാനും, കൊല്ലം ജില്ലയിലാണല്ലോ ഏറ്റവും കൂടുതൽ കശുവണ്ടി തൊഴിലാളികൾ ഫാക്ടറികളൊക്കെ ഉള്ളത്. ഏറ്റവും കൂടുതൽ സഭയിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തി ഞാനാണ്. അമ്മ മനസ്സിലാക്കണം, ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ MLA ആണ്, ഞാൻ മന്ത്രിയല്ല. അപ്പൊ എനിക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അത് വിഷ്ണുനാഥ് കൃത്യമായി പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു കാര്യവുമാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും ലിമിറ്റുകളുണ്ട്, അത് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞു
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് 3 പെൻഷനായിരുന്നു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ സർക്കാർ വന്നപ്പോൾ 2 കുറച്ച് 1 പെൻഷനാക്കി. അത് ഈ സർക്കാരിന്റെ വീഴ്ചയല്ലേ? IAS ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പൈസ കൊടുക്കാൻ ഈ സർക്കാരിന് ഈ പറയുന്ന പോലെ കൊടുക്കുമ്പോൾ അല്ല, എന്നിട്ടും ഈ സർക്കാർ വാദിക്കുന്നത് പെൻഷൻ എല്ലാം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നു, കൂടുതൽ പെൻഷൻ കൊടുക്കുന്നു എന്നല്ലേ ഇവർ പറയുന്നത്. ചേച്ചി 3 പെൻഷൻ എന്ന് എനിക്ക് തോന്നുന്നത് വിധവാ പെൻഷൻ, ഒന്നാമത് ഈ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു പെൻഷൻ, പിന്നെ 2 പെൻഷൻ ഉണ്ടാവില്ല, വാർദ്ധക്യകാലം വിധവയാണെങ്കിൽ അത് 2 ഒഴിവാക്കി ഒറ്റ പെൻഷനിലേക്ക് ആക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ അത് ബാധിക്കും. അതെല്ലാം. അപ്പൊ ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഈ 3 പെൻഷനും ഇവർക്ക് കിട്ടിയിരുന്നു എന്നും അത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്താണ് പോയതെന്നും അത് ഈ സർക്കാരിന്റെ വീഴ്ചയാണെന്നൊക്കെ വിഷ്ണുനാഥ് വളരെ സീരിയസ് ആയി തന്നെ പറയേണ്ട കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ചിലരെ പോലെയാണെങ്കിൽ വിഷ്ണുനാഥിനെ ഇതൊന്നും ക്ലാരിഫൈ ചെയ്യാതെ CPM-ന്റെ പദ്ധതി അല്ലേ എന്ന് പറഞ്ഞു പോകാം. ഇതിപ്പോ എനിക്ക് തോന്നുന്നു വിഷ്ണുനാഥിന് കുറച്ചുകൂടി ഗുണമായിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് വീഡിയോ ആൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, CPM-ന് വേണ്ടി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. എന്താണ്, മാധ്യമങ്ങൾ വന്നാൽ പ്രശ്നം, വന്നില്ലെങ്കിൽ പ്രശ്നം എന്നാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ. നമ്മുടെ മുഖ്യമന്ത്രി എന്താണ്, മാധ്യമങ്ങളെ കണ്ടപ്പോ കടക്ക് പുറത്തെന്ന് പറഞ്ഞ മനുഷ്യന് തെരഞ്ഞെടുപ്പായപ്പോ ഇപ്പൊ അന്വേഷിക്കുകയാണ് എവിടെ ദൃശ്യമാധ്യമങ്ങൾ ആരെയും കാണാനില്ലല്ലോ എന്ന്. അതും അവർക്ക് അനുകൂലമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അത് ആലോചിച്ചു. അല്ല, കഴിഞ്ഞ ദിവസം ഒരു പാലത്തിന്റെ ഉദ്ഘാടനത്തിനോ മറ്റോ പോയ വേദിയിൽ മുഖ്യമന്ത്രി ഒരു ചെറിയ നീരസം പ്രകടിപ്പിച്ചു. എന്താണ് ഈ പറയുന്ന പോലെ വിഷ്വൽ നീരസം പ്രകടിപ്പിച്ചു എന്ന് പറയണ്ട, പ്രകടിപ്പിച്ചു എന്ന് മാത്രം പറയേണ്ട ആവശ്യമില്ല. എന്ത് പ്രകടിപ്പിച്ചാലും അത് നീരസം തന്നെയാണ്. അല്ല, മാധ്യമങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നു. ഇതേ മുഖ്യമന്ത്രിക്ക് കുറെ കാലം മാധ്യമങ്ങളെ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തൊരു അസഹിഷ്ണുതയായിരുന്നു ഈ മനുഷ്യന്. തെരഞ്ഞെടുപ്പായപ്പോ എന്താ ഇവർ വരാത്ത എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. ഇനി ചോദിക്കാൻ പോകുന്നത് എന്താ ഇവിടെ സെൽഫി എടുക്കാൻ ആരുമില്ലേ എന്ന് ചിലപ്പോ ഇനി ചോദിക്കും. ഇനി ഒരു പരിപാടി ഇനി വേണമെങ്കിൽ അങ്ങോട്ട് പോയി സെൽഫി എടുക്കും. തെരഞ്ഞെടുപ്പാണ്. PR-കാര് പറയും ഇനി ഇങ്ങനെ ചെയ്യരുത്, കാരണം മുൻ അനുഭവങ്ങൾ അങ്ങനെയല്ലേ. അപ്പൊ ഇനി മാറ്റത്തിന് വിധേയമാകും അദ്ദേഹം. PR-കാര് പറഞ്ഞാണ് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പെൻഷൻ തുക വരെ കൊണ്ട് വേദിയിൽ കൊണ്ട് കൊടുത്തിട്ട് അടുത്ത ദിവസം ആ മനുഷ്യൻ പറഞ്ഞു, എന്നോട് അവര് പറഞ്ഞതാണ് ആ പൈസ തിരിച്ചത്. അപ്പം PR ടീം വെക്കുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സത്യത്തില് CPM നശിക്കണമെന്നോ അല്ലെങ്കിൽ ഇടതുമുന്നണി ഇല്ലാതാകണോ എന്നൊരു അഭിപ്രായമേ എനിക്കില്ല. കാര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ഉണ്ടാകുമ്പോഴാണ് അത് യഥാർത്ഥ ജനാധിപത്യ രാജ്യമാകുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും നമ്മുടെ സംസ്ഥാനം ജനാധിപത്യമായ രീതിയിൽ പോകണമെങ്കിൽ ഒരു ഭരണപക്ഷം ഉണ്ടാകണം, നല്ല പ്രതിപക്ഷം ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് ബാലൻസ് ആയി പോവുകയുള്ളൂ. അതുകൊണ്ട് ഇടതുമുന്നണി ഇല്ലാതാകണം എന്നുള്ള അഭിപ്രായമേ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ PR ടീം പറയുന്നത് കേൾക്കാതിരുന്നാൽ അത് CPM-ന് ഗുണം ചെയ്യും. മറിച്ച് കേട്ട് കഴിഞ്ഞാൽ കിട്ടാനുള്ള വോട്ടും കൂടെ നഷ്ടപ്പെടും. ഉറപ്പാണത്. ഈ PR ടീം CPM-നെ താഴെ ഇറക്കിയിട്ടേ അടങ്ങൂ എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.